പലരും പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. ഞാൻ വളരെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ലാൽ സാറിന് വേണ്ടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞതെന്ന്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ലാൽ സാർ എനിക്ക് പണം തന്നിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനെല്ലാം കൃത്യമായിട്ട് സാറിൻ്റെ അക്കൗണ്ടുണ്ട്, എനിക്ക് പൈസ അയച്ചു തരുന്നുണ്ട്. ഈ സ്റ്റിൽസിനപ്പുറത്തേക്ക് സംവിധാനത്തിലേക്ക് വന്നപ്പോൾ രണ്ടും തമ്മിൽ രണ്ടും രണ്ട് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഒരേപോലെയാണെന്ന് തോന്നുമെങ്കിലും അത് രണ്ടും രണ്ടാണ്. അപ്പം ഏറ്റവും എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റില്ല് കിട്ടുന്ന ഒരു മൊമെൻറ്റ് ഭയങ്കര രസമായിരിക്കാം. അല്ലെങ്കിൽ അത് നമ്മൾ പിന്നീട് ആസ്വദിക്കുമ്പോൾ ഇത് നല്ല സ്റ്റില്ലാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അപ്പം തന്നെ കിട്ടുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പടം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെയാണ്. ഇത് ഒരുപക്ഷെ ഇന്ന് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആ പടത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചില പടങ്ങൾ അങ്ങനെയാണല്ലോ, പിൽക്കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടും. അപ്പം ഇതിലേത് വർക്കായിരിക്കും ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? സിനിമ ചെയ്യുന്നതായിരിക്കാം സ്റ്റിലിനെക്കാളും കൂടുതൽ. എനിക്കറിയില്ല അനീഷിന്റെ മനസ്സിൽ എന്താ. എനിക്ക് തോന്നുന്നത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന എല്ലാ ജോലികളും നല്ലത് തന്നെയായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ നമ്മൾ ചെയ്യുന്നത്. ഞാൻ സിനിമയാണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും ആസ്വദിച്ച് തന്നെ ചെയ്യുന്നത്. രണ്ടിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു മൊമെൻറ്റിലാണ് നമുക്കൊരു നല്ല ഫോട്ടോ കിട്ടുന്നത്. അതിന് ലൈറ്റിംഗ് പാറ്റേൺ എല്ലാം. ഞാനൊരു ഷൂട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 15 ദിവസം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെക്കാറുണ്ട് ഫോട്ടോഷൂട്ടിന്. അതിന് ലൈറ്റിംഗ് പാറ്റേൺ ആയാലും ബാക്ക്ഗ്രൗണ്ട് ആയാലും അതിൻ്റെ കളറിങ് ആയാലും കോസ്റ്റ്യൂമർ ഒക്കെ സംസാരിച്ചതിന് ശേഷമേ ഞാനൊരു ഷൂട്ടിലേക്ക് കയറുള്ളൂ. എൻ്റേതായിട്ട് എന്തെങ്കിലും ഞാൻ എടുക്കുന്നൊരു ചിത്രത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തീരുമാനം കൂടെ എൻ്റെ കൂടെയുണ്ട്. സിനിമയിലാണെങ്കിൽ പോലും മാക്സിമം ഇൻപുട്ട് ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുക. കുറച്ച് ഹാർഡ് വർക്കറാണ്, കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യും. എനിക്ക് 100 രൂപ തന്നാൽ ഞാൻ 1000 രൂപേൻ്റെ പണിയെടുക്കും. അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മണി ബാലൻസിങ് ഒന്നും പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാറില്ല. കാരണം ഞാൻ കാശിനേക്കാൾ കൂടുതൽ ഈ ആർട്ടിനോടുള്ളൊരു അടുപ്പം അതുകൊണ്ടാണല്ലോ പണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് ഉരുണ്ട് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പം എനിക്ക് ഏതാണ് ബുദ്ധിമുട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ല, ആസ്വദിച്ച് ചെയ്യുന്നതാണ്. ഞാനെടുത്ത ഡിസിഷനാണ് സിനിമ ചെയ്യണം എന്നുള്ളത്. പിന്നെ അവിടെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ ചെയ്യാണ്ട് വീട്ടിൽ വന്നിരുന്നോ എന്ന് പറയുന്നിടത്ത് അത് തീർന്നു, ആ കണ്ടന്റ് തീർന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യാറുണ്ട്, പോസ്റ്റർ ഡിസൈൻ ചെയ്യും. ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. മ്യൂസിക് കമ്പോസ് ചെയ്യുന്നിട്ട് സിസ്റ്റത്തിൽ. ഇതൊന്നും വിറ്റ് പോകാനോ ഒന്നുമല്ല, എനിക്ക് മനസ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എപ്പോഴും എനിക്ക് ഇപ്പം സാറിനൊരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാനത് സാറിന് അയച്ചു കൊടുക്കും. അതിൽ എനിക്ക് പണം തരുമോ എന്നുള്ളതോ അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാനത് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അവരെ സാറ്റിസ്ഫൈ അത് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ ഇപ്പം പലരും പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. ഞാൻ വളരെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ലാൽ സാറിന് വേണ്ടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞതെന്ന്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ലാൽ സാർ എനിക്ക് പണം തന്നിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനെല്ലാം കൃത്യമായിട്ട് സാറിൻ്റെ അക്കൗണ്ടുണ്ട്, എനിക്ക് പൈസ അയച്ചു തരുന്നുണ്ട്. ഒരു പ്രൊഫഷനെ കൃത്യമായിട്ട് മാനിക്കുന്ന ഒരാളാണ് ശ്രീ മോഹൻലാൽ. അത് ആര് ജോലി ചെയ്താലും അവർ ആ പണം കൊടുക്കും. ആശീർവാദമാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവർ ആ പണം കൊടുക്കും. അത് കാരണം അതിൻ്റെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റു ഒരുപാട് പേരുണ്ട്. അപ്പം അനീഷിന് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് അനീഷിനെ എപ്പോൾ വിളിച്ചാലും വന്ന് ഫോട്ടോ എടുക്കും. പൈസ മേടിക്കാണ്ട് പോകുന്നവരൊക്കെ സ്വഭാവം മാറും. അത് വേണ്ട എന്ന് പറയും. അക്കൗണ്ടൻ്റ് ആയാലും അവർ പറയും അത് വേണ്ട, പണം മേടിച്ചു എന്ന് പറയും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. സംവിധാനമാണെങ്കിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും എനിക്ക് ഭയങ്കര ക്രേസാണ്. ആർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാലോചിക്കും. ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ മാഗസിൻസ് ഒരു സമയത്ത് തന്നെ 9ഓളം മാഗസിൻസ് 10ഓളം മാഗസിൻസിന് കവർ പേജ് ഒറ്റയടിക്ക് വന്ന് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഞാൻ കണ്ടത് എല്ലാം ഞാനെടുത്ത കവർ ചിത്രങ്ങൾ. അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ്. പിന്നെ ചിത്രഭൂമിയിലിരിക്കുന്നു, ഞാനിലിരിക്കുന്ന വെള്ളിനട്ട് എല്ലാം മംഗളം മനോരമ എല്ലാത്തിനും ഞാനെടുത്ത് കവർ പേജ്. അതൊക്കെ എൻ്റെ ചില വാശികളാണ്. ഒരേ സമയത്ത് എല്ലാത്തിനും വരണം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴും ഒരു 3-4 ചാക്ക് മാഗസിൻസ് ഉണ്ട് ഞാൻ കവർ പേജ് ഷൂട്ട് ചെയ്ത മാഗസിൻസൊക്കെ. എൻ്റെ പേര് ആൾക്കാർ അറിയുന്നത് പോലും ഞാൻ ഈ ഫോട്ടോ അനീഷ് ഉപാസന എന്നുള്ള ലേബലിലാണ് എന്നെ കൂടുതൽ അറിയുന്നത്. സിനിമ ചെയ്തു എന്നുള്ളത് എനിക്കൊന്ന് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ എപ്പോഴും പരിചയപ്പെടുന്ന ആളുകൾ പറയുക, നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് മാഗസിനിൽ കാണുന്ന പേരാണ് നിങ്ങളുടേത് എന്ന് പറയും. അതുതന്നെയാണ് പേര്. അതിന് ശേഷമാണ് സിനിമയും മോഹൻലാലും എല്ലാം. ലിംഗ റെക്കോർഡ്സ് എന്തിനായിരുന്നു? അത് ഞാൻ മായാമാധവ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. ശ്രിൻഡ, നമ്മുടെ ആക്ട്രസ് ശ്രിൻഡ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ മ്യൂസിക് വീഡിയോയിലാണ്. നമ്മൾ ആക്ട്രസ് ഭാമയാണത് പാടിയത്. സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ ആളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഡയറക്റ്റ് ചെയ്ത ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ആയിരുന്നു. അത് സ്റ്റിൽ ക്യാമറയിലാണ് ഞാനന്ന് ഷൂട്ട് ചെയ്തത്. 5D Mark II ഫോർമാറ്റ്. നാഷണൽ റെക്കോർഡ് കിട്ടിയത്. അതിനുശേഷം ഞാൻ കാവ്യമാധവനെ വെച്ചിട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്തു.
കാവ്യ തന്നെ മ്യൂസിക് ചെയ്ത് സുജാത മാം പാടിയത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ 3 മ്യൂസിക് വീഡിയോസ് അഖിലാനന്ദിൻ്റെ 2-3 രാജേഷ് വൈ അവർ 2-3 ഞാൻ ആകെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ലാൽ ജോസ് ചെയ്യേണ്ട ആൽബമായിരുന്നു കാവ്യദളങ്ങൾ. സാറിന് എന്തോ തിരക്കൊക്കെ ആയപ്പോഴാണ് എന്നെ കൊണ്ടത് ചെയ്യിച്ചത്. പക്ഷെ ഭയങ്കര ഹിറ്റായിരുന്നു കാവ്യദളങ്ങൾ. ഇനി പാട്ട് പാടണം. അനീഷ് എന്ന പാട്ടുകാരനെ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോവാണ്. അയ്യോ, ആലോചിച്ച് പാടിയാൽ മതി. ഓക്കെ, വേണ്ടത്ര സമയം തരും. ഇഷ്ടമുള്ള പാട്ട് ആലോചിച്ചിട്ട് നമ്മൾ 4 വരി. അതെ, അത് മതി. ഓക്കെ, പാടത്തെ. തണലായി തുണയായി സംസം കിണറിന് അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന് അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. എന്നെ പുണരുന്ന പൂനിലാവേ, പുണ്യറസൂലിൻ തിരുവൊലിയേ, അല്ലാഹുവേ നിൻ കൃപയിൽ നിന്നെന്നെ തള്ളല്ലേ നീ എൻ്റെ തമ്പുരാനേ. 1000 കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പോ. ലക്ഷ്യങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഫാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി കൂടിയൂരെല്ലാം, സാഫല്യം തേടി കൂടിയൂരെല്ലാം. ഓ, നിങ്ങൾ പാടാൻ പറഞ്ഞപ്പോൾ പാടിയ എളിമയുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അതിന് നന്നായിട്ട് ആ കാര്യം കൂടെ ഞാൻ ചോദിക്കാനുണ്ടായിരുന്നു. ശരിക്കും മുഖത്തൊരു അത്തരത്തിലുള്ളൊരു നിഷ്കളങ്കതയുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഭയങ്കര അങ്ങനെയാണ് സംസാരിക്കുകയൊക്കെ. പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് സൈജു ഏട്ടനാണ് ആ കമന്റ് ചെയ്തത്. അനീഷ് എൻ്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോൾ നായകൻ നായികയെ കുത്തിക്കൊന്നു ചോര തെറിച്ചു എന്ന് പറഞ്ഞാലും അനീഷിന്റെ ചിരി മാറില്ല. ആ ഫീൽ എനിക്ക് കിട്ടും ചെയ്യും. പക്ഷെ അനീഷിന്റെ മുഖത്തെ ചിരി, ചോര എത്ര ചെതറിയാലും അനീഷിന്റെ ചിരിക്കൊരു മാറ്റമില്ല എന്നുള്ളത്. ചിരിച്ചുകൊണ്ടാണ് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടിയത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നെ പരിചയപ്പെടുന്ന എല്ലാവരും പറയും അയാൾ ചിരിക്കാതെ സംസാരിക്കാറില്ല എന്ന് പറയുന്നത്. ഒരു ചൈൽഡിഷ്നെസ് ഉണ്ട് അതിനകത്ത്. അത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണല്ലേ. താങ്ക് യു. അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? സ്വയം ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഞാനിങ്ങനെ നോക്കുമ്പോ ഞാൻ ഈ ചിരിക്കാതെ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പാളും, അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. അതായത് എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യം ഞാൻ ഭയങ്കര ലൈറ്ററായിട്ട് അതങ്ങ് പറഞ്ഞു തീർക്കുക. അതൊരു ബഹളമാണെങ്കിൽ പോലും ഞാൻ മാറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങ് മാറുക എന്നുള്ളതല്ലാണ്ട് എനിക്കങ്ങനെ വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ അറിയില്ല. അത് ക്ലോസ് സർക്കിളാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും എനിക്ക് ഒരു മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞാൻ കംഫർട്ടബിൾ അല്ല അതിൽ. ഞാൻ പെട്ടെന്ന് ഒരാളായിട്ട് ഇപ്പം ഞാൻ രജനീഷായിട്ട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എനിക്ക് ഇന്നത് തടുത്ത് വെച്ചിട്ട് വേണം പറയാൻ, അതൊന്നും എനിക്കറിയില്ല. എന്നോട് എന്ത് ചോദ്യം ചോദിക്കുന്നു അതിന് ഞാൻ മറുപടി നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് പറയുക എന്നുള്ളത്, അയ്യോ ഇത് പറയണ്ട, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ യൂട്യൂബിൽ വലിയ വിഷയമാകും, എന്നെ തെറി വിളിക്കും. എന്നെ അല്ലെങ്കിലും തെറി വിളിക്കും. അതെല്ലാവരും വിളിക്കണ കൂട്ടത്തിൽ എന്നെയും വിളിക്കും. അതിൻ്റെ ഒക്കെ പുറകെ പോയാൽ അതിന് തന്നെ നമുക്കത് തരുന്നത്. അത് വിളിക്കണവരെ അത് വിളിച്ചോടെ, അതൊരു രസമല്ലേ. അപ്പം ഞാൻ ആലോചിക്കുക അപ്പം എന്നെ തെറി വിളിക്കണവരോ, അപ്പം അത്രയും പേർക്ക് എന്നെ അറിയാലേ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എന്നെ അറിയാം, ആൾക്കാർക്ക് അപ്പം എന്നെ അറിയാം. അപ്പം ഞാൻ കൊള്ളാലോ, പട്ടിണിയുടെ എനിക്ക് റിസൾട്ട് ഉണ്ടാപ്പോ, എന്നെ അറിയാത്തവരൊന്നും ഇല്ല പോ എന്ന് അങ്ങനെ കണ്ടപ്പോ അത്രേ ഉള്ളൂ. ഇങ്ങനെ ലൈറ്റായിട്ട് എൻ്റെ ജീവിതത്തെ കാണും. സംസാരിക്കാൻ കഴിഞ്ഞാലും ഈ വീട്ടിൽ വരാൻ കഴിഞ്ഞതിലും കട്ടൻ ചായ കുടിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. 1 മണിക്കൂറാണ് എന്നെ വിളിക്കണേ. താങ്ക് യു സോ മച്ച്. ഓക്കെ ബ്രോ.